ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി സ്പെഷ്യലായി യമ്മി ചീസി ചിക്കൻ ലെഗാണ് റെഡിയാക്കുന്നത്. പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ചീസി ഫില്ലിങ്ങോട് കൂടിയ വളരെ രുചികരമായ ഒരു ചിക്കൻ ലെഗാണ്. ഇഫ്താറിൻ്റെ സമയത്തും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ചീസി ചിക്കൻ ലെഗ് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ സ്പെഷ്യൽ യമ്മി ചിക്കൻ ലെഗ് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഇതിന് വേണ്ടി ഞാനിപ്പോൾ 2 ചിക്കൻ ലെഗിൻ്റെ പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണിത്. ഇതിൽ നിന്ന് നമുക്കിൻ്റെ ചിക്കൻ്റെ പീസ് മാത്രം വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ കൈവച്ചിട്ട് തന്നെ ഇതുപോലെ എല്ലാ പീസും നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ എല്ലും അതുപോലെ തന്നെ അതിൻ്റെ പീസും വേറെ വേറെ പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ്റെ എല്ല് നമുക്ക് ആവശ്യമുണ്ട്, കളയരുത്, നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. അപ്പോൾ രണ്ടും ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് മീഡിയം സൈസ് വരുന്ന 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഞാനിപ്പോൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണിത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലത്തെ സ്പൂണോ ഏതെങ്കിലും ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം തന്നെ നല്ല സ്മാഷ് ആയിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു സവാള കൊത്തി എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 2 പീസ് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പീസും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ചെഡാർ ചീസും ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മളെ പൊട്ടറ്റോയും ചീസും നമ്മുടെ ചിക്കനും എല്ലാം തന്നെ വെജിറ്റബിളും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അതുവരെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ട ഞാനിപ്പോൾ വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സിൽ നിന്നും കുറച്ച് ഒരു ബോളിൻ്റെ ഷേപ്പിൽ അത്ര എടുക്കുക. നമ്മൾ കൈവെല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുക്കണം. ഇത്തിരി ഒന്ന് നമ്മൾ എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആദ്യം വെച്ച് നമ്മളെ ചിക്കൻ്റെ ലെഗിൻ്റെ എല്ലിൻ്റെ ഭാഗം നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്ന് കവർ ചെയ്തെടുക്കുക. നമ്മളൊരു ചിക്കൻ ലെഗിൻ്റെ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒരു ലെഗിൻ്റെ ഷേപ്പിൽ നമ്മളിതൊന്ന് ആക്കി കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഒരു ചിക്കൻ ലെഗിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. മറ്റേതും ഇതുപോലെ തന്നെ നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ രണ്ടും ചിക്കൻ ലെഗിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല. നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിലോട്ടേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മുടെ മുട്ട ആകുന്ന തരത്തിലൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് നമ്മുടെ ചിക്കൻ ലെഗിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും കവർ ചെയ്യുന്ന തരത്തിൽ വേണം നമ്മളൊന്ന് എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റേതും ചെയ്തെടുക്കാം. 2 ചിക്കൻ ലെഗും നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ലെഗ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലിന് നല്ല ചൂട് വേണം, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലോട്ടേക്ക് കോരി മാറ്റാം. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ലെഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഇഫ്താർ സ്പെഷ്യൽ യമ്മി ചീസി ചിക്കൻ ലെഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കാണാൻ നല്ല മൊഞ്ചാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചീസൊക്കെ ചേർത്തത് കൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം നല്ല വലിഞ്ഞ് നല്ല മെൽറ്റായിട്ടുണ്ടാകും. നമ്മളിതിൽ ഒറിഗാനോ ചേർത്തത് കൊണ്ട് ഒരു പിസ്സ ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിൻ്റെ സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.